കൊളുക്കുമല ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ലെന്നും ഭരണസമിതി ഇരുട്ടിൽ തപ്പുകയാണെന്നും കോൺഗ്രസ് ദേവികുളം ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാർ വിവരാവകാശ രേഖകളുടെ അടക്കം അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കൊളുക്കുമല ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാക്സ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. രേഖകൾ പരിശോധിക്കാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. തങ്ങൾ പരിശോധിക്കാൻ റെഡിയാണെന്നും വിജയകുമാർ പറഞ്ഞു. ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്നക്കനാൽ ഭരണസമിതിയും DTPCയും നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് ഒരുപാട് രേഖകൾ ആസ്പദമാക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി പത്രസമ്മേളനം നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുകയുണ്ടായി. എന്നാൽ അതിന് പകരം ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന രേഖകൾ ഹാജരാക്കാതെ ഇരുട്ടിൽ തപ്പുന്ന നിലയിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആധികാരികമായി പറയുന്നു, ചിന്നക്കനാൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് കഴിഞ്ഞ 2 വർഷത്തെ പഞ്ചായത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളുടെ വിവരാവകാശ രേഖകൾ എടുത്ത് ആ രേഖകൾ പരിശോധിച്ചാണ് ഞങ്ങൾ അതിനകത്ത് അഴിമതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പറയുന്ന 2024 ജൂലൈ മാസത്തിൽ ഏതാണ്ട് 4 ലക്ഷത്തി ചില്ലാനം രൂപയും അതോടൊപ്പം തന്നെ 2025 ജൂലൈ മാസം 3 ലക്ഷം, അങ്ങനെ 10 ലക്ഷത്തോളം രൂപ പഞ്ചായത്തിൽ ലഭിക്കേണ്ട തുക നാളിതുവരെ ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് രേഖകൾ പരിശോധിച്ചാൽ മതിയെന്ന്. ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു സംവാദത്തിന് തയ്യാറാണ്. പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, പ്രസിഡന്റായാലും സെക്രട്ടറി ആയാലും ഒരു പൊതുജന മധ്യത്തിൽ ഒരു സംവാദം നടത്താനും കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കഴിഞ്ഞ 70 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അവിടെ നടന്നിട്ടുള്ള അഴിമതികൾ, അവിടെ സോളാർ ലൈറ്റ് സ്ഥാപിച്ചു. സോളാർ ലൈറ്റിൽ 50% ലൈറ്റുകൾ കത്തുന്നില്ല.